ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ നമ്മൾ ഗുരുദേവ ചരിതാമൃതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് വെളുത്തിട്ട് കിഴക്കേട് തില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരിയുടെ മകൻ വിരൂപാക്ഷൻ നമ്പൂതിരി. അദ്ദേഹം ഒരു വിഷവൈദ്യനായിരുന്നു. കിഴക്കേടത്ത് മന, ചെറുവത്തേരി, ചൊവ്വൂർ, തൃശ്ശൂരിൽ നിന്നും എഴുതിയ ഒരു അനുഭവത്തിൻ്റെ ഇത് ശിവഗിരി ശതാബ്ദി സ്മാരക ഗ്രന്ഥത്തിൽ ചേർക്കാൻ വേണ്ടി സ്വന്തം അനുഭവം എഴുതി അയച്ചതാണ്. അതൊന്ന് ഇന്ന് എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. പെരുവനം ഗ്രാമത്തിലെ വളരെ പേര് കേട്ട ഒരു യാഥാസ്ഥിക നമ്പൂതിരി കുടുംബമായ വെളുത്തിട്ട് കിഴക്കേടത്ത് മനക്കിലെ അരുമ സന്താനമായിട്ടാണ് വിരൂപാക്ഷൻ നമ്പൂതിരി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്താലും അമ്മയുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടതിനാലും കുഞ്ഞുനാളിലെയുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടിയതായിരുന്നു. അന്യജാതികളിൽ നിന്ന് വിവാഹം കഴിച്ച അപ്പന്മാരുടെ അനാസ്ഥയും പിന്നെ അക്കാലത്ത് ശ്രേഷ്ഠമെന്ന് കരുതിയിരുന്ന ജാതി ചിന്തയാലും ആചാരങ്ങളെന്ന് പറഞ്ഞിരുന്ന അനാചാരങ്ങളുടെ അനുഷ്ഠാനത്തിൽ താല്പര്യമില്ലായകയാലും വിരൂപാക്ഷൻ നമ്പൂതിരി സർവതന്ത്ര സ്വതന്ത്രനായി വിഹരിച്ചു. കുടുംബം മുറിച്ചതിനും ഹോട്ടലിൽ നിന്ന് കാപ്പി കുടിച്ചതിനും ജാതിഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു. സ്മാർത്ത വിധി പ്രകാരം ചന്ദ്രായന പ്രായശ്ചിത്തം വിധിച്ച് അനുസരിക്കാതിരുന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തിയിരുന്നു. 1100 ആണ്ട് ധനുമാസം കുറച്ച് സുഹൃത്തുക്കളോടുകൂടി തൃശ്ശൂർ അദ്വൈതാശ്രമത്തിൽ വിശ്രമിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ അദ്ദേഹത്തിന് സന്ദർശിക്കുവാൻ അവസരമുണ്ടായി. ഇതിനു മുമ്പും ഗുരുസ്വാമിയെ സന്ദർശിച്ചിട്ടുള്ളതിനാൽ തന്നെ സന്ദർശനാനുമതി കിട്ടി. പതിവ് പോലെ ചെന്ന് ഗുരുവിനെ വന്ദിച്ചിരുന്ന അവസരത്തിൽ ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നമ്പൂതിരിക്ക് ഇപ്പോഴും സുഖം തന്നെയല്ലേ? ആരെതിർത്താലും ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് നമ്പൂതിരിമാർ. യാഥാസ്ഥിതികന്മാർ ആട്ടി ഓടിച്ചിട്ടും അടിപതറാതെ പ്രവർത്തിച്ച് വിജയം വരിച്ച ശ്രീശങ്കരൻ്റെ പരമ്പരയല്ലേ നിങ്ങളുടേത്? അതുകൊണ്ട് നമ്പൂതിരിക്കുട്ടി ഭയപ്പെടേണ്ട. ജാതി വ്യത്യാസം മനുഷ്യനുണ്ടാക്കിയതാണ്. അതില്ലാതാക്കാൻ മനുഷ്യൻ തന്നെ പരിശ്രമിക്കണം. നമ്മുടെ ഇടയിലുള്ള ആചാരങ്ങളെയല്ല അനാചാരങ്ങളെയാണ് നശിപ്പിക്കേണ്ടത്. അതിന് ചെറുപ്പക്കാരായ നമ്പൂതിരിക്കുട്ടിയെ പോലുള്ളവർ മുൻകൈയെടുക്കണം. ഇത് ഗുരു വിരൂപാക്ഷൻ നമ്പൂതിരിയോട് അന്ന് പറഞ്ഞതാണ്. അപ്പോൾ തികച്ചും കുട്ടിയായിരുന്ന അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഒരാൾ മാത്രം ജാതിയും മതവും നോക്കാതെ പെരുമാറുന്നത് കൊണ്ട് ഈ ജാതി പിശാചിനെ നശിപ്പിക്കാൻ ഒക്കുമോ? ഗുരുദേവന്റെ മറുപടി, തീർച്ചയായും. ഇടയന്മാരുടെ ഇടയിൽ വളർന്ന കൃഷ്ണനും തൻ്റെ നയോപായങ്ങളാൽ ഭാരത ചക്രവർത്തിയുടെ സിംഹാസനം പോലും തന്നിച്ഛ പോലെ ചലിപ്പിക്കാൻ സാധിച്ചില്ലേ? മത്സ്യഗന്ധിയുടെ പുത്രനായ വ്യാസന് ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് ലോകോത്തരമായ പദവി നേടാൻ സാധിച്ചില്ലേ? അതുകൊണ്ട് നമ്പൂതിരിക്കുട്ടി ഇന്ന് നേരിടുന്ന പ്രതിബന്ധങ്ങളെ ഫലിതോപാഖ്യാനത്തിലെ മൂഷികനെ പോലെ എതിർത്ത് പരാജയപ്പെടുത്തി വിജയിക്കണം. ഗുരുദേവൻ ഇത് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും നമ്പൂതിരിക്കുട്ടിക്ക് ഒരു സംശയം. എന്താണ് ഫലിതോപാഖ്യാനത്തിലെ മൂഷികന്റെ ചരിത്രം? ഗുരു ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. രസകരമായ കഥയാണത്. ഒരു കാട്, അതിലൊരു വൃക്ഷം, വൃക്ഷച്ചുവട്ടിൽ മാളം, മാളത്തിൽ എലി, വൃക്ഷത്തിൽ കോളരം, അതിൽ പാമ്പ്, വൃക്ഷക്കൊമ്പത്ത് പരുന്തിൻകൂട്, കൂട്ടിൽ പരുന്ത്, സമീപത്ത് മൺകൂന, അതിൽ കീരി. ഇങ്ങനെയുള്ള കാടിനടുത്ത് ഒരു വേടൻ താമസിച്ചിരുന്നു. അയാൾ ഒരു ദിവസം ഈ വൃക്ഷച്ചുവട്ടിൽ വല വച്ചുപോയി. ദൈവഹത്യ, വലയിൽ പൂച്ച കുടുങ്ങി. ശത്രുക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട് മാളത്തിൽ കഴിഞ്ഞിരുന്ന എലി ക്രമേണ പുറത്തു വന്ന് വലയിൽ കുടുങ്ങിക്കിടക്കുന്ന പൂച്ചയുമായി സഖ്യം ചെയ്തു. ക്രമേണ വല അറുത്തുകൊണ്ടിരുന്നു.
പൂച്ചയുടെ ശരീരത്തിലിരിക്കുന്ന എലിയെ കണ്ട് പാമ്പ് അത്ഭുതപ്പെട്ടു. നേരം വെളുത്ത് വേടനടുത്തെത്തിയപ്പോൾ വലയുടെ അവസാന കണ്ണി മുറിച്ച് എലി മാളത്തിൽ പോയി. പൂച്ച ചാടിപ്പോയി, പാമ്പ് പോയി ഒളിച്ചു, പക്ഷി പറന്നുപോയി, കീരി ഓടിപ്പോയി. ഇതുപോലെ ശത്രുക്കളുടെ മധ്യത്തിൽ ആത്മരക്ഷ നോക്കി ആദർശം വിടാതെ പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. നമ്പൂതിരിക്കുട്ടിക്ക് നന്മ വരും. ഈ ഉപദേശവും വാങ്ങി തിരിച്ചുപോയ ആ നമ്പൂതിരിക്കുട്ടി പിന്നീട് സാമൂഹ്യ പരിവർത്തന രംഗത്ത് എന്തെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തട്ടി നീക്കി വിജയം വരിക്കാൻ സാധിച്ചു. അത് ഗുരുവിൻ്റെ ഉപദേശ മഹിമ കൊണ്ടായിരുന്നു. നന്ദി, നമസ്തേ.